നമസ്കാരം. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയത്തിൽ നിന്ന് വിജയക്കൊടി നാട്ടി മുന്നേറിയ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയ് മരിച്ചത് സ്വയം വെടിവെച്ചിട്ടാണോ അതല്ല ആരെങ്കിലും വെടിവെച്ച് കൊന്നതാണോ? ഈ ചോദ്യം വളരെ വ്യാപകമായ രൂപത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. CJ റോയിയെ എനിക്കറിയുന്നത് മുമ്പ് ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ കോളായിരുന്നു. അദ്ദേഹം വിളിച്ചത് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാനായിരുന്നു. കവിയൂർ കേസിൽ നടന്ന പോരാട്ടത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചറിഞ്ഞാൽ മാത്രമല്ല, അദ്ദേഹത്തിന് ആ കവിയൂർ കേസിലെ കഥ അറിയണമെന്നും അത് സിനിമയാക്കണമെന്നൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം ആരാണെന്ന് അറിയാതെയാണ് ഞാൻ അന്ന് സംസാരിച്ചത്. അതെല്ലാം പഠിക്കാം, പിന്നീട് അതാവാമെന്ന് പറഞ്ഞു. പിന്നീടാണ് CJ റോയ് എന്നെയാണ് വിളിച്ചത്, കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ആളാണ് വിളിച്ചതെന്ന് പിന്നീട് ഞാൻ അന്ന് വൈകുന്നേരം വളരെ വിശദമായി സംസാരിക്കേണ്ടായി. അദ്ദേഹം വളരെ താല്പര്യത്തോട് കൂടിയിട്ട് എന്നോട് തന്നെ അതിൻ്റെ തിരക്കഥയും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമോ, അദ്ദേഹം തന്നെ നിർമ്മാണം നടത്താം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് വഴി മാറിപ്പോയിരുന്നു. അദ്ദേഹം സിനിമാ നിർമ്മാതാവാണ്, അതോടൊപ്പം തന്നെ അഭിനേതാവാണ്, അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ 15,000-ഓളം പ്രോജക്റ്റുകളാണ് പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ദുബായിലും കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതികളെല്ലാം സമയബന്ധിതമായി കൃത്യമായി നടക്കുന്ന ഒരാളാണ്. എവിടെയും വിജയം മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. ഏതും വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായ രീതിയിലാണ് അദ്ദേഹം നടത്താറുള്ളത്. റിയാലിറ്റി ഷോയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറുണ്ട്. അദ്ദേഹം കോൺഫിഡൻസ് ഗ്രൂപ്പ് CJ റോയ് ആണ് ഇത് കൊടുക്കുന്നത് എന്ന് വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് എല്ലാ ചാനലുകാരും ഒക്കെ അനൗൺസ് ചെയ്യാറ്. എല്ലാ മേഖലകളിലും അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് തന്നെ വ്യത്യസ്ത മേഖലകളിലുണ്ടായിരുന്നു. എന്തായാലും അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഇന്ന് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മലയാള മനോരമ ഞാൻ ഇന്ന് എടുക്കുന്നു. എന്തായാലും CJ റോയിയെ വെടിവെച്ച് കൊന്നതാണ് എന്നുള്ളതിലേക്ക് ചില സൂചനകൾ വരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിന് കാരണം അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കുന്ന ഒരാളല്ല. ഏത് പ്രതിസന്ധികളെയും എന്തിനെ നേരിടാനുള്ള തൻ്റെ ഇടമുള്ള ധീരനായ ഒരു ബിസിനസ്സുകാരനാണ്. ഇതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങളെല്ലാം നേരിട്ടുള്ള ആൾ ഇത്രയും വലിയ ഉന്നതയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കുമോ? ഇല്ല എന്നുള്ളതാണ് ചോദ്യം. ആരാണ് വെടിവെച്ചത്? ഇനി ഈ ആദായ നികുതിയുടെ ആൾക്കാർ ഒരിക്കലും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പോലീസ് റെയ്ഡ്, ആദായ നികുതി റെയ്ഡ് വന്നാൽ അവരൊരിക്കലും ഒറ്റയ്ക്ക് ആളെ വിടില്ല. ഏതെങ്കിലും സാധനങ്ങൾ എടുക്കണമെന്ന് അവരും കൂടെ വരും. ഈ അടുത്ത കാലത്ത് എൻ്റെ വീട്ടിൽ അർദ്ധരാത്രി 12 മണിക്ക് പോലീസ് വന്നിരുന്നു. തിരുവനന്തപുരത്തെ സൈബർ ക്രൈം പോലീസായിരുന്നു. അവർക്ക് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം എൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അത് വേണ്ട, ഞങ്ങൾ വരും. എന്നുവെച്ചാൽ അതാണ് എൻ്റെ ശരി. അവരിൽ ഒരാൾ കൂടെ വന്നു, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തു. 3 മണിക്കാണ് പുറത്തേക്ക് വന്ന് മേടിക്കുന്നത്. പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള തമ്മാടിത്തരം കാണുമാണ് ആ പോലീസുകാർ കഷ്ടപ്പെട്ട് രാത്രി 12 മണിക്ക് എൻ്റെ വീട്ടിലെത്തി. പക്ഷേ സുപ്രീം കോടതി നിയമങ്ങൾ പ്രകാരം പാലിച്ചില്ലെങ്കിൽ പണി തരും എന്ന് കൃത്യമായി അവരോട് ഞാൻ പറഞ്ഞിരുന്നു. അത് പ്രകാരം അവരനുസരിക്കേണ്ടി വന്നു. അവർക്ക് കൃത്യമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ DGPയെ വിളിച്ച് വാണിംഗ് കൊടുക്കുകയും ചെയ്തു. നിയമപരമായിട്ട് വേണം നവകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ. ഇവിടെ അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവർക്ക് പോലീസ് സംവിധാനവും ഇല്ലാതെ അവിടെ കയറില്ല. അപ്പോൾ CJ റോയെ പോലെ ഒരാൾ ഡോക്യുമെന്റ് എടുത്ത് വാ എന്ന് പറയില്ല, കൂടെ പോകും. അവിടെ എന്തോ ഒരു പിടിയും വലിയും നടന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ധരിക്കുന്നത് എന്നാണ് ചില കോൺഫിഡൻസ് ഗ്രൂപ്പിലെ ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും അദ്ദേഹം വെടിവെച്ച് മരിക്കുന്ന, സ്വയം ആത്മഹത്യ ചെയ്യാൻ തയ്യാറാവുന്ന ആളല്ല. പ്രത്യേകിച്ചും എന്ത് പ്രതിസന്ധികൾ വന്നാലും, ഏതൊക്കെ മാനസിക സമ്മർദ്ദം വന്നാലും അദ്ദേഹം വെടിവെച്ച് മരിക്കില്ല, സ്വയം ആത്മഹത്യ ചെയ്യില്ല. അദ്ദേഹം എന്തൊരു നേരിടാൻ തൻ്റെ ഇടമുള്ള 57 വയസ്സ് മാത്രമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഇനിയും ധാരാളം വർഷങ്ങൾ ജീവിച്ച് വിജയിച്ച് പലതും ലോകത്തിന് നേടിക്കൊടുക്കേണ്ട ഒരാളാണ്. ആ ആൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അപ്പോൾ ഈ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ തന്നെ പിടിയും വലിയും നടത്തുകയും ചിലപ്പോൾ ആ തോക്കെടുത്ത് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് മനോരമ റിപ്പോർട്ട് നമുക്ക് വായിക്കാം. വളരെ വിശദമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത മാതിരി മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റെയ്ഡിനിടെ വ്യവസായി CJ റോയ് സ്വയം വെടിവെച്ച് മരിച്ച നിലയിൽ എന്തിന് എന്നുള്ള വലിയ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാന്റെ മരണം ബാംഗ്ലൂരിൽ. ആദായ നികുതി ഉദ്യോഗസ്ഥർക്കെതിരെ സഹോദരൻ. റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയെ ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ സ്വയം വെടിവെച്ചു മരിച്ച നിലയിൽ കണ്ടെത്തി. ലാംഗ്ഫഡ് ടൗണിലെ കമ്പനി ആസ്ഥാനത്ത് ഉച്ച കഴിഞ്ഞ് 3:15 സംഭവം. കൊച്ചിയിൽ നിന്നുള്ള 8 അംഗ ആദായ നികുതി സംഘമാണ് റെയ്ഡ് നടത്തിയത്. നോട്ടീസ് നൽകി റോയിയെ ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു റെയ്ഡ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് റോയിയുടെ മരണത്തിന് കാരണമെന്ന് സഹോദരൻ CJ ബാബു ആരോപിച്ചു. ഓഫീസിൽ അദ്ദേഹത്തെ തടഞ്ഞുവെച്ചെന്നും ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിലാക്കിയതിനെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നും ലീഗൽ അഡ്വൈസർ പ്രകാശ് ആരോപിച്ചു. രേഖകൾ എടുക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച് ക്യാബിനിലേക്ക് പോയ റോയിയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും പ്രകാശ് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് നടത്താൻ ഒറ്റയ്ക്ക് വിടില്ല. കാരണം കൂടെ പോകും.
അതിനെ പോലീസ് ആദായനികുതി റെയ്ഡ് അടക്കം പോലീസ് സംവിധാനം ഏർപ്പെടുത്തി. ഇദ്ദേഹത്തെ പോലെ വലിയൊരു ബിസിനസ് മാഗ്നറ്റിന്റെ അടുത്തേക്ക് പോകുമ്പോൾ തീർച്ചയായും പോലീസും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒരു ആത്മഹത്യ വെടിവെച്ച് മരിക്കുന്നതല്ല. നമ്മൾ സഹോദരൻ CJ ബാബുവിന്റെ വാക്കുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദായ ഉദ്യോഗസ്ഥന്മാരാണ് മരണകാരണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 3 ദിവസമായി കോൺഫിഡന്റ് ഓഫീസുകളിൽ റെയ്ഡ് തുടരുകയായിരുന്നു. റോയ് സ്വയം നിറയൊഴിച്ചത് അറിഞ്ഞ ശേഷവും റെയ്ഡ് തുടർന്നതായി ആരോപണമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. വളരെ കൃത്യമായി സംശയിക്കണം. നെഞ്ചിൽ വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയ റോയിയെ ജീവനക്കാർ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരിച്ചു. ബാലിസ്റ്റിക് വിദഗ്ധർ ഉൾപ്പെടുന്ന ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവെടുത്തു. തോക്ക് അശോകനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രഥമ ദൃഷ്ടി ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് കേസെങ്കിലും മറ്റു സാധ്യതകളും പരിശോധിക്കുന്നതായി ബാംഗ്ലൂരു സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് പറഞ്ഞു. വളരെ കൃത്യമായുള്ള ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മറ്റു കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രഥമ ദൃഷ്ടി അങ്ങനെയാണെങ്കിലും നിഗമനത്തിലുള്ള മറ്റു സാധ്യതകളും അന്വേഷിക്കുന്നുണ്ട്. അതായത് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള രൂപത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് സത്യം. ആദായനികുതിയുമായി ബന്ധപ്പെട്ട് അപ്പലറ്റ് ട്രൈബ്യൂണലിലും കർണാടക ഹൈക്കോടതിയിലും കോൺഫിഡന്റ് ഗ്രൂപ്പിന് കേസുകൾ ഉണ്ടായിരുന്നു. ബഹിരാഷ്ട്ര കമ്പനിയായ HP-യിൽ കരിയർ തുടങ്ങിയ റോയ് പിന്നീട് റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ മാനേജറും ഡയറക്ടറുമായി. 2006 കോൺഫിഡന്റ് ഗ്രൂപ്പിന് തുടക്കമിട്ടത്. 2 പതിറ്റാണ്ടിനിടെ കമ്പനി കർണാടകയിലും കേരളത്തിലും ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദുബായിലേക്കും US-ലേക്കും വളർന്നു. യൂറോപ്യൻ രാജ്യമായ സ്ലോവാക്യ ബാംഗ്ലൂരിൽ കോൺഫിഡൻസിലേക്ക് തുടങ്ങിയപ്പോൾ റോയ് ഓണറി കോൺസുലറായി. മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹം, കാസനോവ, മേഘം, മൂസ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവാണ്. സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഒട്ടേറെ TV റിയാലിറ്റി ഷോകളും കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. തൃശൂർ പാലയൂർ ചിരിയങ്കണ്ടത്ത് കുടുംബാംഗമാണ് ഭാര്യ ലിനി റോയ്. മക്കൾ രോഹിത് റോയ്, റിയ റോയ്. അതായത് ഭാര്യയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ശക്തി എന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്ന മക്കളും അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യമാണെന്ന് അദ്ദേഹം പലപ്പോഴും ഇന്റർവ്യൂവിൽ പറയാറുണ്ട്. മുൻ റെയ്ഡുകളെ തുടർച്ച. എത്ര വലിയ പ്രതിസന്ധിയിലും കൈവിടാത്ത ആത്മവിശ്വാസമായിരുന്നു റോയിയുടെ മുഖ്യമുദ്ര. ഞാൻ പറഞ്ഞത് എനിക്ക് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഞാൻ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വല്ലാത്തൊരു ഒരാളെ പഠിക്കാൻ, ഞാൻ ഒരു ക്രൈമിന്റെ ചീഫ് എഡിറ്റർ എന്നുള്ള ഒരാളെ പഠിക്കാൻ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ അവരോട് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം തൻ്റെ ഇടമുള്ള എന്തിനു നേടാൻ തൻ്റെ ഇടമുള്ള ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരിക്കലും ആത്മഹത്യയില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെയും ഉറ്റവരെയും നടക്കുന്നതാണ് ഇപ്പോഴത്തെ മരണ വാർത്ത. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഡയറക്ടർ TA ജോസഫിനെ 2 മാസം മുമ്പ് കൊച്ചിയിലെ ആദായ നികുതി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായി ബാംഗ്ലൂരിലെ ഓഫീസിൽ പരിശോധന നടത്തി ലോക്കറ്റുകൾ മുദ്രവെച്ചിരുന്നു. ദുബായിൽ നിന്നെത്തിയ റോയുടെ സാന്നിധ്യത്തിൽ ലോക്കറുകൾ തുറന്നു പരിശോധിക്കാനാണ് ഉദ്യോഗസ്ഥർ ഇന്നലെ ഓഫീസിലെത്തിയതെന്നാണ് വിവരം. വളരെ വിശദമായുള്ള ഒരു റിപ്പോർട്ട് കൂടി മനോരമ, നമുക്ക് അതും കൂടെ വായിക്കാം. എല്ലാവരും വായിക്കേണ്ട ഒരു ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതകൾ. അതും കൂടെ നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ആരാണ് ഈ റോയ് എന്ന് പറയുന്ന മനോരമ റിപ്പോർട്ട് തന്നെ നമുക്ക് ആസ്പദമാക്കാം. എന്തായാലും റോയുടെ മരണം ഒരു കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരിക്കലും അദ്ദേഹം ആത്മഹത്യയുടെ അത്രയും തൻ്റെ ഇടമുള്ള എന്തിനെ നേരിടാനുള്ള കഴിവുള്ള ഒരാളായിരുന്നു റോയ്. അദ്ദേഹം എനിക്കൊരു ഭാഗ്യം ലഭിക്കേണ്ടതായിരുന്നു. കവിയൂർ പെൺവാണിഭ കേസ് ഞാനായിരുന്നു CBI കോടതിയിൽ വാദിച്ചിരുന്നത്. ആ വാദിച്ച വാർത്തകൾ കേട്ട് അദ്ദേഹം അന്ന് വലിയ വാർത്തകളായിരുന്നു. അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കഥയുണ്ടാക്കി ഒരു തെമ്മാടിയായ ഒരു പോലീസ് SP, അതായത് CBI SP നന്ദകുമാരൻ നായർ, പെണ്ണിനും പണത്തിനും വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഇദ്ദേഹം അന്നത്തെ ഭരണകക്ഷിയുടെ സഹായത്തോടെ, അതായത് കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി തുടങ്ങിയവരുടെ സഹായത്തോടെയും അവരുടെ പിന്തുണയോടെയും കേസ് അട്ടിമറിക്കുകയും യഥാർത്ഥ ഈ പ്രതികൾക്ക് പകരം അച്ഛൻ തന്നെ മോളെ പീഡിപ്പിച്ചു എന്ന കഥയുണ്ടാക്കിയ വികൃതനായ ഒരു മനുഷ്യനായിരുന്നു. ഞാൻ കോടതിയിൽ ചോദിച്ചിരുന്നു, ഈ മനുഷ്യൻ SP ഇത്രയും കഥയുണ്ടാക്കാൻ ഒരു തെളിവുമില്ല. DNA ടെസ്റ്റ് അട്ടിമറിച്ചു. DNA ടെസ്റ്റ് നടത്തിയിട്ടേ ഇല്ല. ശുക്ലസ്രാവവും കിട്ടിയതായിരുന്നു. പക്ഷേ കേസ് മുന്നോട്ട് പോയില്ല. അത് ടെസ്റ്റ് നടത്തിയിരുന്ന യഥാർത്ഥ പ്രതിയെ പിടിക്കാമായിരുന്നു. ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു അവരെ കൊന്നതാണ് എന്ന്. ഒരു പോലീസ് ഓഫീസർ അയച്ച കത്തായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന കൊലപാതകത്തിൽ പങ്കാളിയായി കുറ്റബോധം കൊണ്ടാണ് അദ്ദേഹം എനിക്കൊരു കത്തയച്ചത്. ആ കത്തിന്റെ അഫിഡവിറ്റും ഞാൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു, CBI കോടതിയിൽ. അതിൽ ഞാൻ നേരിട്ട് വാദിച്ച് വിജയിച്ച വാർത്ത വലിയ വാർത്തയായിട്ട് എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും തുടർച്ചയായി കൊടുത്തിരുന്നു. ഈ സന്ദർഭത്തിലാണ് അതിനെ തുടർന്ന് ഞാൻ എഴുതിയ ക്രൈം എന്നുള്ള പ്രസിദ്ധീകരണത്തിൽ വലിയ തോതിൽ ഒരു വാർത്ത ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് കണ്ടിട്ടാണ് റോയ് അദ്ദേഹത്തിന്റെ കോപ്പി കിട്ടുകയും ഞാൻ അദ്ദേഹത്തിന് കോപ്പി അയച്ചതാണെന്ന് തോന്നുന്നു. ഇന്ത്യയിലെ എല്ലാ പ്രമുഖരായ ആളുകൾക്കും അയക്കുന്നതിൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും അയച്ചിരുന്നു. പരസ്യത്തിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് അയച്ചത്. പക്ഷേ ഈ കഥ വായിച്ച് അദ്ദേഹം വളരെ എന്നോട് മനസ്സ് തട്ടുന്ന കഥയാണ്. തീർച്ചയായും കുറ്റാന്വേഷണ പരമായ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ, ത്രില്ലർ സിനിമ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് വിജയിക്കാൻ സാധ്യതയുണ്ടെന്നിട്ടാണ് അദ്ദേഹം എന്നോട് വിളിച്ച് സംസാരിച്ചത്. എന്തായാലും അദ്ദേഹം ആ തൻ്റെ ധീരനായ ആള് ആത്മഹത്യ ചെയ്തു ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തെ കൊന്നതാണ് എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോന്നും
എന്തിനെ നേരിടാനുള്ള തൻ്റെ ഇടമുള്ള ഒരാൾ എന്നുള്ളത്. പിന്നെ അല്ലാതെ തന്നെ അദ്ദേഹം എന്തിനു മരിക്കണം? ഒരു തരത്തിൽ അദ്ദേഹത്തിന് കടങ്ങളിൽ ഏതെങ്കിലും ആദായ നികുതി എന്തെങ്കിലും പണം അടയ്ക്കണം എന്ന് പറഞ്ഞാൽ തന്നെ അത് അടയ്ക്കാനുള്ള കെൽപ്പുള്ള ആളാണ്. പിന്നെ എന്തിനു പ്രശ്നം ഉണ്ടാവണം? എന്തായാലും ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരാണോ കൊന്നത്, ഇനി വേറെ ആരെങ്കിലും ആണോ കൊന്നതെന്ന് അറിയില്ല. അദ്ദേഹത്തെ കൊന്നതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. നന്ദി, നമസ്കാരം.